തിരുവനന്തപുരം കഠിനംകുളത്ത് അഭിഭാഷകനെ വിളിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ. കഴക്കൂട്ടം മേനംകുളം സ്വദേശികളായ അനീഷ്, സന്ദീപ് എന്നിവരാണ് കഠിനംകുളം പോലീസിന്റെ പിടിയിലായത്. പ്രധാന പ്രതി അനീഷ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ നാഗാലാൻഡ് സ്വദേശിനിയെ കടന്നുപിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അഭിഭാഷകനായ വിനോദിനെ കഴക്കൂട്ടം സ്വദേശിയായ സന്ദീപ് വിളിച്ചു വരുത്തിയത്. തുടർന്ന് ബൈക്കിൽ കയറ്റി പുത്തൻതോപ്പിലെ ആളൊഴിഞ്ഞ പുരയിടത്തിലെത്തിച്ചു. പിന്നാലെ കാറിലെത്തിയ 4 പേരും കൂടെ ചേർന്ന് അതിക്രൂരമായി വിനോദിനെ മർദ്ദിക്കുകയായിരുന്നു. വടിയും മറ്റായുധങ്ങളും ഉപയോഗിച്ച് ശരീരമാസകലം തല്ലിച്ചതച്ചു. നിലവിളി കേട്ട് സമീപവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ സംഘം അഭിഭാഷകനെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. പോലീസാണ് വിനോദിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അനീഷിനെ കഠിനംകുളത്തു നിന്നും സന്ദീപിനെ കഴക്കൂട്ടത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത്. മറ്റൊരു കേസിൽ പോലീസിന്റെ പിടിയിലായ സന്ദീപിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അഭിഭാഷകനെ മർദ്ദിച്ച കേസിലെ പങ്കുകൂടി പുറത്തായത്. അനീഷ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ നാഗാലാൻഡ് സ്വദേശിനിയെ കടന്നുപിടിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ ഇനി 3 പേരെ കൂടി പിടികൂടാനുണ്ട്. മർദ്ദനമേറ്റ വിനോദ് ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 തിരുവനന്തപുരം.